രഞ്ജിത രഞ്ജു എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ശിവക്ഷേത്രത്തിലെ അറിയാതെ പൂർണ്ണ പ്രദക്ഷിണം ചെയ്തു പോയി, അതിലെന്തെങ്കിലും ദോഷമുണ്ടോ, എന്താണ് അതിന് പരിഹാരമായിട്ട് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് മുന്നേ ആയിട്ട്, അതിന് ഉത്തരം പറയുന്നതിന് മുൻപായിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പൂർണ്ണ പ്രദക്ഷിണം ചെയ്യാനായിട്ട് പാടില്ലാത്തത് എന്ന് പറയാട്ടോ. ഭഗവാന്റെ ശിരസിലെ ആ ജടയ്ക്കുള്ളിലാണ് ഗംഗാദേവി ഇരിക്കുന്നത്. ഗംഗ അതിലൂടെ ഒഴുകി വരുന്നുണ്ട്. അപ്പൊ ഈ ഒഴുകി വരുന്നത് ഈ ഓവിലൂടെയാണെന്നാണ് പറയണത്. അപ്പോൾ ആ ഒരു ഓവിനെ മുറിച്ചു കടക്കുക എന്ന് പറയുമ്പോൾ ഗംഗയെ മുറിച്ചു കടക്കുക, അങ്ങനെയാണ് ആ ഒരു സങ്കല്പം. അത് പാടില്ല. അതുകൊണ്ടാണ് ഓവ് മുറിച്ചു കടക്കരുത്, അല്ലെങ്കിൽ പൂർണ്ണ പ്രദക്ഷിണം ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറയുന്നത് കേട്ടോ. പ്രദക്ഷിണം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഭഗവാനെ തൊഴുത് നമ്മൾ സാധാരണ ആ പ്രദക്ഷിണ വഴിയിലൂടെ ഇങ്ങനെ പോയിട്ട് ആ ഓവ് വരെ എത്തിയിട്ട് പിന്നെ മുകളിലേക്ക് താഴെ കൂടെ നോക്കി തൊഴുക. എന്നിട്ട് അവിടെ നിന്ന് അപ്രദക്ഷിണമായിട്ട്, അതായത് തിരികെ വരണം. അപ്പോൾ വരുന്ന സമയത്ത്, എപ്പോഴും പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് ബലിക്കൽ നമ്മുടെ വലതേ ഭാഗത്തായിരിക്കണം എന്ന് പറയാറുണ്ട് കേട്ടോ. അങ്ങനെ ഭഗവാന്റെ മുന്നിലേക്ക് തൊഴുത് പിന്നെ അപ്രദക്ഷിണമായിട്ടാണ് പുറകിലൂടെ ഓവിനടുത്ത് എത്തിയിട്ട് അവിടെ നിന്ന് തൊഴുത് പിന്നെയും ഭഗവാന്റെ മുന്നിലേക്ക് തിരിച്ചെത്തുമ്പോഴാണ് ഒരു പ്രദക്ഷിണം പൂർത്തിയാകുക ശിവക്ഷേത്രത്തിൽ. അങ്ങനെ 3 ചെയ്യണം എന്നാണ് പറയുക. അതായത് ഓവ് മുറിച്ച് കടക്കാതെ വേണം പ്രദക്ഷിണം ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ രഞ്ജു എന്ന് പറഞ്ഞ ഭക്ത അത് അറിയാതെ ചെയ്തു പോയി എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ ക്ഷേത്രത്തിന് പുറത്തെത്തിയിട്ടായിരിക്കാം ആ ഒരു ചിന്ത വന്നിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് വഴിവെക്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും അങ്ങനെ പാടില്ല എന്ന്, അല്ലെങ്കിൽ വീട്ടിലെത്തിയിട്ടായിരിക്കാം അത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അപ്പം അങ്ങനെ ഒരു സമയത്ത് നമ്മുടെ മനസ്സിലെ ഒരു പശ്ചാത്താപം ഉണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും അത് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആ ഒരു പശ്ചാത്താപമാണ് അതിനെ പ്രായശ്ചിത്തമായിട്ട് പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ അറിയാതെ ചെയ്തു പോയിട്ടുള്ള ഒരു തെറ്റാണ്, അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അറിയാതെയാണ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പം അങ്ങനെ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പശ്ചാത്താപമാണ് അതിനെ ഏറ്റവും വലിയ പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. ഇനി അത് ആവർത്തിക്കാതിരിക്കുക. ഇപ്പൊ നമുക്കറിയാലോ പൂർണ്ണ പ്രദക്ഷിണം ചെയ്യാനായിട്ട് പാടില്ല ശിവക്ഷേത്രത്തിൽ നിന്ന്. അപ്പൊ ഇനി പോകുന്ന സമയത്ത് അത് ആവർത്തിക്കാതിരിക്കുക. അതാണ്, എന്ത് തെറ്റുകളാണെങ്കിലും അത് പിന്നെയും ചെയ്യുമ്പോഴാണ് അതൊരു വലിയ തെറ്റായിട്ട് മാറുക. ആദ്യത്തേത് പ്രായശ്ചിത്തം എന്ന് പറയുന്നത് പശ്ചാത്താപം കൊണ്ട് അവസാനിച്ചു. പിന്നീട് അത് ആവർത്തിക്കാതിരിക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്.